നമ്മുടെ ഇന്നത്തെ പരിപാടി ഓവൻ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഒരു അടിപൊളി വാനില ചോക്ലേറ്റ് കേക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഒരു 4 കോഴിമുട്ട ഞാൻ പൊട്ടിച്ചൊരു പാനിലോട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഫ്രിഡ്ജിൽ വെച്ച് തണുത്താണെങ്കിലും കുഴപ്പമില്ല, അത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച് നോർമൽ ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. മുട്ട നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള 1 കപ്പ് പഞ്ചസാര, അതായത് 250 ml പഞ്ചസാര മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം. ഇനി അത് 2-3 ഘട്ടമായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലും സാധനങ്ങളിലൊന്നും വെള്ളത്തിന്റെ അംശം ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. നമ്മൾ വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയതിന് ശേഷം മാത്രം ഈ പാത്രങ്ങളെല്ലാം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ബീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആ ഒരു ജോലി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ നേർപകുതി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റാം. ഇനി 1/2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്, അതായത് 125 ml. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം, തരികളൊന്നും ഇല്ലാതെ. ഇനി 1/2 കപ്പിന്റെ 3/4 ഭാഗത്തോളം മൈദ എടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. ആ 1/2 കപ്പിന്റെ 1/4 കപ്പോളം കോക്കോ പൗഡറും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 തവണയെങ്കിലും ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം, എന്നാലേ തരികളെല്ലാം പോയി ക്ലിയർ ആവുള്ളൂ. ഇനി പകുതി എടുത്തു വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് നമ്മൾ അരിച്ചു വെച്ച മൈദ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതും ഒരു 2-3 തവണയായിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി, പതുക്കെ. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കേക്കിനുള്ള ചോക്ലേറ്റ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാനിലയും കൂടി ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ കേക്കിന് ആവശ്യമായിട്ടുള്ള ബാറ്റർ രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു 8 ഇഞ്ചിന്റെ കേക്ക് ടിൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ കണ്ടിച്ച് അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിന്റെ സെന്ററിലേക്ക് ഇതുപോലെ ഒരു കട്ടി പേപ്പർ വെച്ച് കൊടുത്ത് വേർതിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു സൈഡിൽ ചോക്ലേറ്റ് ബാറ്ററും മറ്റേ സൈഡിൽ വാനില ബാറ്ററും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഒരു പാത്രം 10 മിനിറ്റ് മുമ്പേ ലോ ഫ്ലെയിമിൽ ഗ്യാസിൽ ഞാൻ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 40 മിനിറ്റോളം വേവിച്ചെടുക്കാം. 45 മിനിറ്റിന് ശേഷമാണ് എനിക്ക് എൻ്റെ കേക്ക് ബേക്കായി കിട്ടിയത്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.